മദം പൊട്ടി നിൽക്കുന്നൊരു ഒറ്റയാൻ കാട്ടുകൊമ്പനാണ് നമ്മുടെ മുന്നിലുള്ളത്. മദപ്പാടിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്കവനെ കാണാം. അവൻ്റെ കണ്ണിൻ്റെ സൈഡിൽ നിന്നുള്ള ഗ്രന്ഥിയിൽ നിന്നൊക്കെ മദജലം പൊട്ടി ഒലിക്കുന്ന നോക്കിയേ. മാത്രമല്ല അവൻ ഭയങ്കര അസ്വസ്ഥനാണ്. ഒരു മദം പൊട്ടിയ കാട്ടുകൊമ്പനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അതും ഇത്ര അടുത്താന്ന് ഓർക്കണം. നമ്മുടെ സ്റ്റേയിൽ നിന്നുള്ള CCTV വിഷ്വലിൽ വന്നേക്കുന്ന ആളെ കേട്ടോ. കടുവ ആനയൊക്കെ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടിലാണ് നമ്മുടെ സ്റ്റേ ഇരിക്കുന്നത്. നമ്മൾ തിരുനെല്ലിയിലാണുള്ളത്. തിരുനെല്ലിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ബ്രഹ്മഗിരി ട്രക്ക് ചെയ്തു. ഈ മഴക്കാലത്ത് മൺസൂണിൽ പോകാൻ പറ്റിയ ഒരു കിടിലൻ ട്രക്കാണ് കേട്ടോ. ഇവിടെ തിരുനെല്ലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രഹ്മഗിരി ട്രക്ക്. തിരുനെല്ലി റൂട്ടിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആനക്കാഴ്ചകളും ഒക്കെ ആയിട്ട്, അതിലൊക്കെ ഉപരിയായിട്ട് തിരുനെല്ലിയിൽ നമുക്ക് ആർക്കും അറിയാത്തൊരു കിടിലൻ സ്റ്റേ ഉണ്ട് കേട്ടോ. ഈ കാടിനോട് ചേർന്നിട്ടുള്ളൊരു വലിയ കോഫി പ്ലാന്റേഷൻ്റെ നടുക്കായിട്ടുള്ളൊരു പഴയ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ളൊരു ബംഗ്ലാവ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ പീസ്ഫുള്ളായിട്ടുള്ള സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നഗരത്തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന കംപ്ലീറ്റ് പ്രോപ്പർട്ടി ഒറ്റ ടീമിനെ കൊടുക്കുള്ളൂ. അതാണ് എൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പീസ്ഫുള്ളായിട്ടുള്ള സ്റ്റേ ഒക്കെ ആയിട്ട് തിരുനെല്ലിയുടെ കാഴ്ചകളുമായിട്ടാണ് പുതിയ വീഡിയോ വന്നിട്ടുള്ളത്. രാവിലെ 6 മണിക്കാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് മാനന്തവാടിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പക്കടയെല്ലാം കഴിഞ്ഞത് തിരുനെല്ലി റോഡിലോട്ട് കയറിയപ്പോൾ തന്നെ വഴിയരികിലൊരു ആനവണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളെ കാണുമെന്നും പറഞ്ഞ് നമ്മൾ സൈഡാക്കി നോക്കിയപ്പം ആനവണ്ടിയുടെ സൈഡിലായിട്ട് ഇതാ ഒരു കൊമ്പനാന, നല്ല തലയെടുപ്പുള്ളൊരു ഒറ്റയാൻ കൊമ്പൻ തന്നെയാണ് നമ്മുടെ വഴിയരികിൽ നിൽക്കുന്നത്. എന്താണല്ലോ ട്രിപ്പിൻ്റെ തുടക്കം തന്നെ കൊള്ളാം. നമ്മളിങ്ങോട്ട് കയറി പാടവനെ വല്ല കിട്ടിയിലും കൊമ്പനെയാണ് കിട്ടിയേക്കുന്നത്. അവൻ്റെ കൊമ്പിൻ്റെയൊക്കെ നീളവും അവൻ്റെ ആ തലയെടുപ്പൊക്കെ നോക്കി. അപ്പോൾ അവന് റോഡ് ക്രോസ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അവന് അങ്ങനെ ഒരു മൂവ്മെൻറ്റാണ് നടത്തുന്നത്. അവന് പ്രത്യക്ഷത്തിൽ അവൻ്റെ ആ ഒരു നടത്തവും പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് നീങ്ങിയിട്ട് മരത്തിൻ്റെ പുറകിലിങ്ങനെ പതുങ്ങി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു വിചാരത്തിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആനകൾ സാധാരണ റോഡ് ക്രോസ് ചെയ്യുന്ന അവരുടെ കൃത്യമായ ആനത്താരകളുള്ള ആ ഏരിയയിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എവിടെ വെച്ചിട്ടാണ് ഇവൻ ക്രോസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. അവന് എന്താണേലും പിന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു പാകത്തിലൊക്കെ ഇങ്ങനെ റോഡരികിൽ വന്നിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ അപ്പോൾ ആണ് നമ്മൾ ശ്രദ്ധിച്ചത് അവൻ്റെ കണ്ണിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഗ്രന്ഥികളിൽ നിന്ന് മദജലം പൊട്ടി ഒഴുകുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. നമ്മൾ സാധാരണ ആനേനെയൊക്കെ വഴിയിൽ നിന്ന് കാണുന്ന പോലല്ല. ഇവൻ്റെ ഒരു മൂവ്മെൻറ്റും അവൻ്റെ ആ ഒരു ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഈ മദം പൊട്ടി നിൽക്കുന്ന ആനകളുടെ എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഇവനിൽ കാണാൻ പറ്റുന്നുണ്ട്. മദം പൊട്ടിയതിൻ്റെ മറ്റൊരു ലക്ഷണമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നത്. ഇങ്ങനെ നിന്ന നിപ്പിലൊക്കെ ഇതേപോലെ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവൻ്റെ ഇണകളെ ആകർഷിക്കാനും അവൻ്റെ മറ്റു കൊമ്പന്മാർ, ശത്രുക്കളായിട്ടുള്ള മറ്റു കൊമ്പന്മാരോട് ഉള്ളൊരു സിഗ്നലാണ് അവൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ. 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആണാനകളിൽ അത് കൊമ്പനായിക്കോട്ടെ മോഴയാനയായിക്കോട്ടെ അവരിൽ ഈ ഒരു മദപ്പാട് കാലം നോർമലാണ് കേട്ടോ. ആരോഗ്യമുള്ള ആനകളുടെ ലക്ഷണം കൂടിയാണത്. നാട്ടിലൊക്കെ ഇതിന് നീരുകാലം എന്നാണ് നാട്ടിൽ പാപ്പാന്മാരൊക്കെ ഇതിന് പറയുക. അപ്പോൾ അവർ വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക. അപ്പോൾ 2-3 ലക്ഷണങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ആന ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പിന്നെ ഇത് കണ്ടില്ല, യൂറിൻ പാസ് ചെയ്യുന്ന കണ്ടു. അവൻ്റെ കണ്ണിൻ്റെയും ചെവിയുടെയും ഇടയ്ക്കുള്ള ആ ഗ്രന്ഥിയിൽ നിന്ന്, ടെമ്പോറൽ ഗ്രന്ഥി എന്നാണ് പറയുക, അല്ലെ മദഗ്രന്ഥിയിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഫ്ലൂയിഡ് ഇങ്ങനെ ഊറി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളെ. പിന്നെ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്ത് കൊമ്പനാനകൾ ഭയങ്കര അഗ്രസീവായിരിക്കും. അപ്പോൾ അതുമാത്രമല്ല അവർക്കൊരു സുബോധം ഉണ്ടാവില്ല. സുബോധത്തോടെ ആയിരിക്കുമല്ലോ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും. അത് അവൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ അവൻ്റെ ഒരു സെക്സ് ഹോർമോൺ ഒരു 60% കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇവന് ഇത്രയും ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് നടക്കുന്നത്. സത്യം പറഞ്ഞ ഒരു മദം പൊട്ടിയ ആനയെ ആദ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നത്. അതും ഇത്രയും അടുത്തൊരു തലയെടുപ്പുള്ളൊരു ഒത്ത കൊമ്പൻ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ. അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻസൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അവൻ്റെ ആ ഒരു ലൈംഗിക അവയവം ഈ ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് ഇതേപോലെ തള്ളിയിട്ടായിരിക്കും ഉണ്ടാവുക. അതും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഈ ഒരു മദപ്പാടിൻ്റെ കാലഘട്ടത്തിലുള്ള ലക്ഷണങ്ങളാണ് കേട്ടോ. മദപ്പാടിലല്ലാത്ത കൊമ്പന്മാരുടെ പെനിസ് മൂത്രമൊഴിക്കാനല്ലാത്ത സമയങ്ങളിലൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു സഞ്ചിയിലേക്ക് കയറിയിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്കങ്ങനെ കാണാനാവില്ല കേട്ടോ. ഇതിപ്പം മദപ്പാടിലുള്ള കൊമ്പന്മാരായതുകൊണ്ടാണ് ഇങ്ങനെ അവൻ്റെ ലൈംഗികാവയവമൊക്കെ പുറത്തേക്കിട്ട് ഇതേപോലെ എക്സ്പ്രഷൻസൊക്കെ ഇട്ട് നടക്കുന്നത്. ഈ മദപ്പാടിലുള്ള ആന അധികം തീറ്റ എടുക്കില്ല കേട്ടോ. തീറ്റ എടുക്കലും കുറവായിരിക്കും. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പാപ്പാന്മാർ ഇതിനെ എവിടെയെങ്കിലും ദൂരേക്ക് മാറ്റി കെട്ടുക പതിവ്. കാരണം ഇവന്മാർ എന്തൊക്കെ എടുത്ത് എറിയുക ദേഷ്യം വരുമെന്നുള്ളതൊന്നും പറയാനാവില്ല. ഇംഗ്ലീഷിൽ ഇതിനെ മസ്ത് എന്നാണ് പറയുക. ഇവരുടെ മേറ്റിംഗ് പീരീഡ് ആണ്. അപ്പോൾ ഇവൻ്റെ ഇണയെ കണ്ടെത്തുന്നിടം വരെ ഇവനിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കും. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവൻ്റെ മദഗ്രന്ഥി, ടെമ്പോറൽ ഗ്ലാൻഡ് നല്ല രീതിയിൽ വീങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ മദപ്പാട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആനകളിൽ തികച്ചും നോർമലായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു സ്വഭാവത്തിലെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ വേണം മനസ്സിലാക്കിയിട്ട് അവനെ പ്രകോപിപ്പിക്കാതെ മാറി നടക്കാനായിട്ട്. അപ്പോൾ അത് അവൻ്റെ ഒരു ഹോർമോൺ വ്യതിയാനം കൊണ്ടാണ് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഈ അഗ്രഷൻ ആയിട്ടുള്ള ബിഹേവിയറൊക്കെ വരുന്നത്.
അപ്പോൾ ഏതാനും ആഴ്ചകളും മാസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മദപ്പാട് കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പം അവൻ തികച്ചും നോർമലായിട്ട് പഴയ ആരോഗ്യമുള്ള ആനയായിട്ട് തന്നെ മാറും. അപ്പോൾ ഇത് ആരോഗ്യമുള്ള ആനകളുടെ ഒരു നല്ല ലക്ഷണം കൂടിയാണ് ഈ ഒരു മദപ്പാട് കാലഘട്ടം. എന്തായാലും രാവിലെ നമുക്ക് നല്ല കുറേ കാഴ്ചകൾ തന്നിട്ടാണ് കൊമ്പൻ ഇത് കാടിനുള്ളിലേക്ക് കയറിപ്പോവുക. റോഡ് ക്രോസ് ചെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും മുന്നോട്ടേക്ക് യാത്ര ചെയ്യുവാണേ. അപ്പോൾ 7:30 മണിക്കാണ് നമുക്കവിടെ തിരുനെല്ലിയിൽ ഇവിടെ ട്രക്കിങ്ങിനായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ബ്രഹ്മഗിരി ട്രക്കിംഗ് ആണ്. നമുക്ക് തിരുനെല്ലിയിലേക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഫോറസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റൂട്ടാട്ടോ. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ഡ്രൈവ് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വരുമ്പം കാട്ടിക്കുളം കൂടിയിട്ട് ഉണ്ണിയപ്പക്കടയുടെ ആ റൂട്ടിൽ വരുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ തവൾപ്പെട്ടി റൂട്ടിൽ പോവുക, അവിടുന്ന് ഉണ്ണിയപ്പക്കടയുടെ അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് തിരുനെല്ലിക്ക് വരിക. അപ്പോൾ ഏകദേശം ഒരു 10-15 കിലോമീറ്ററിന് മുകളിൽ നമുക്ക് ഫോറസ്റ്റ് റൂട്ട് തന്നെയാണ് കിട്ടുക. അപ്പോൾ വരുന്ന വഴിയിലെന്ന് പറഞ്ഞാൽ ഓരോ വളവും തിരിവും നമ്മൾ ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. ഫോറസ്റ്റ് റൂട്ടിലൊക്കെ ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ആ ഓരോ വളവ് തിരിഞ്ഞ് വരുമ്പോഴും ചിലപ്പോൾ ആനയൊക്കെ മുന്നിൽ കാണും. അത് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. ഒത്തിരി അധികം സ്പീഡിലൊന്നും ഡ്രൈവ് ചെയ്ത് പെട്ടെന്ന് പോയി ആനയുടെ നിന്ന് മുന്നിൽ പോയി കയറിയേക്കരുത്. തിരുനെല്ലി എത്തുമ്പം ആ ടെമ്പിളൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇതേ നമുക്ക് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബോർഡ് കാണാം. ഇതേപോലെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ബ്രഹ്മഗിരി ഇക്കോ ടൂറിസം സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടി എടുക്കുക കേട്ടോ. ഒരു കിലോമീറ്ററിനടുത്ത് അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ നമുക്കത് അവിടെ ഫോറസ്റ്റ് ഓഫീസ് കാണാം. നമ്മൾ 7:30 അവിടെ എത്തിയെങ്കിലും 8:15 ആയി കേട്ടോ ഫോറസ്റ്റ് ഓഫീസ് തുറന്നപ്പോഴത്തേക്കും. ഇപ്പോൾ 9:30 വരെ ഇവർ കയറ്റി വിടുള്ളൂ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 7:30 ആകുമ്പോൾ തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളാം. 9:30 മുന്നേ ആയിട്ട് എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ കയറ്റി വിടുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പം ഇവിടെ കുറേ മാവുകളൊക്കെ ഉണ്ട്. ഒരു നാട്ടുമാവിൻ്റെ മാങ്ങാപ്പഴം പറിച്ച് തിന്നുന്ന നോക്കി. ഇവിടെ ഒരു മലയണ്ണാൻ, ഇന്ത്യൻ ജെയിൻ സ്ക്വയർ, നല്ല കുറേ കാഴ്ചകൾ വന്നു കേട്ടോ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അതെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഒരു 8:15 ആയപ്പോഴത്തേക്കും ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമ്മൾ പേരും ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് ട്രക്കിംഗ് റൂട്ടിലോട്ട് നമുക്ക് പതിയെ കയറാം. ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെർ ഹെഡ് 700 വരുന്നത്. പിന്നെ ഗൈഡിൻ്റെ ഫീ 600 വരും. അപ്പോൾ നമ്മൾ ഒരാളാണെങ്കിലും ആ ഗൈഡിൻ്റെ ഫീ എക്സ്ട്രാ അടയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 2 പേര് ചേർന്നിട്ട് ഗൈഡിനെ എക്സ്ട്രാ നമ്മൾ കൂട്ടിയിട്ടാണ് പോവുക. അപ്പോൾ 2 പേർക്ക് 2000 രൂപ ആവും. ആ രീതിയിലാട്ടോ ഇവിടുത്തെ പേയ്മെൻറ്റ്. അപ്പോൾ ഇത് ബുക്കിംഗ് ഓഫീസിൻ്റെ അവിടെ നിന്ന് അതായത് നമ്മൾ ട്രക്കിങ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ 2 പേര് ചേർന്നാണ് ടിക്കറ്റ് എടുത്തത്. ഇത് നമ്മൾ പോകുന്ന വഴിയിൽ ആനപ്പിണ്ടം ഉണ്ട് കേട്ടോ. ഈ വഴിയിലൊക്കെ ആനയുള്ള, ഇഷ്ടംപോലെ ആനയുള്ള. ഇന്നലെ പോയ ഒരു ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ട്രക്കിംഗ് ഗൈഡ് കുറുമൻ ചേട്ടനാണ്. ഇവിടെ തിരുനെല്ലിക്കാരൻ തന്നെയാണ്, ഇവിടുത്തെ തന്നെ ട്രൈബ്സിലുള്ളതാണ്. ആന പോകുന്ന ബൈക്കുണ്ടാവും, കടുവ കാട്ടിപ്പോത്തുണ്ടാവും, ചെന്നായ്ക്കളുണ്ടാവും, കടുവ, പുലി എല്ലാം ഉണ്ട്. ഇതൊക്കെ കാണാൻ കിട്ടുന്നതാണോ? കാണാൻ കിട്ടും. നമ്മൾ ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടുമില്ല. ഏറ്റവും തിരുനെല്ലിപ്പോന്ന വെള്ള കൽപ്പാത്തി, എത്രയോ പഴക്കമുള്ള കൽപ്പാത്തിയാണിത്. ഓഹോ, അതപ്പുറത്ത്. ആഹാ, അത് മനുഷ്യരുണ്ടാക്കിയതാണോ അത് അങ്ങനെ തന്നെ? മനുഷ്യനൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇല്ല, ദൈവം ഉണ്ടാക്കിയത്. ഓ, ആ കല്ല് മൊത്തം അങ്ങ് വരെ കല്ലല്ലേ? അങ്ങ് വരെ കല്ല. ഓ ഓ, ഇത് തിരുനെല്ലി ടെമ്പിളിലേക്ക് പോകുന്ന കൽപ്പാത്തിയില്ലേ, അതിൻ്റെ തുടക്കം ഇത് ഇവിടെയാണ്. നമ്മൾ ഈ ട്രക്കിംഗ് പാത്തി തന്നെയാണ്. ഇത് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായേക്കുന്ന ഒരു ചാല കേട്ടോ. പാറ കൊണ്ട് തന്നെ എനിക്ക് അങ്ങ് വരെ ഈ ചാല് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്, ടെമ്പിൾ വരെ തന്നെ. മാന്തിയ പാടും. ഓ, ഈ അടുത്ത ദിവസങ്ങളിലാണോ? ആ, മിനിയാണ്. ഓ ഓ, കടുവ അവൻ്റെ ഏരിയ മാർക്ക് ചെയ്യുന്നതായിരിക്കും അല്ലേ? ആ, എനിക്ക് എത്ര വലിയ പാണ്ട അവന് ഉണ്ടാക്കിയിട്ടേക്കുന്നേക്ക്, മുഴുവൻ മാന്തിയിട്ടേക്കുവാ. ഇത് ആന തകർത്തിട്ടേക്കുന്നു ഫുള്ള്. ഇവിടെ ആനയും കടുവയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പാപ്പനാക്കി വലിയ സ്ഥലത്തേക്ക് പോകുന്ന വെള്ളമാണ് ഇത്. മലേൻ്റെ മണ്ടയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓ, ഇത് പോയി കാളഞ്ചി പിടിക്കും. ആഹാ, ഇത് കാളന്തി പോയി ചേരും അല്ലേ? ആ, പക്ഷെ അമ്പലത്തിൻ്റെ അതിലൂടെ പോകുമ്പോൾ ഇത് ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഈ പാപനാശിനി ഇവിടുന്ന് പോയി ടെമ്പിൾ കഴിഞ്ഞിട്ട് തൊട്ട് താഴെ തന്നെ കാളന്തി ഉണ്ട്. അപ്പോൾ പാപനാശിനിയിൽ നിന്ന് നമ്മുടെ പാപങ്ങളെല്ലാം ബലിയിട്ട് കളഞ്ഞത് കാളന്തി പോയി കുടിക്കുന്നതാണ് പോലും വിശ്വാസം.
എന്താണ് പുതിയ അറിവാണേ. സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നേ, ദൂരെ നിന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പതിയെ കണ്ട് ക്യാമറയൊക്കെ എടുത്തപ്പോഴത്തേക്കും അവർ അലേർട്ടായി. കുറച്ച് മാനുകൾ ആ കാട്ടിൻ്റെ ഉള്ളിലേക്ക് മാറി ഒരുത്തൻ നമ്മളെ തന്നെ വാച്ച് ചെയ്ത് നിൽക്കുക. നമ്മൾ അത്യാവശ്യം നല്ല ദൂരത്തിലുമാണ്. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്ത് നോക്കി നിൽക്കുകയാണ്. ഇത്തിരി ദൂരത്തിലായിട്ടാണ് ഒരു വലിയ മരത്തിൻ്റെ മുകളിൽ 2 കാട്ടോലഞ്ഞാലി ഇരിപ്പുണ്ട്. വൈറ്റ് ബെല്ലിയുടെ ട്രീറ്റ്. ഈ കാട് പ്രദേശങ്ങളിൽ പോയാൽ മാത്രമേ ഇവരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. നോക്കിയേ, ആന തിട്ട ഇറങ്ങുന്നതാണ്. ഇത്ര ഇടിച്ചിട്ടേക്ക് നോക്കി. 2 ദിവസം മുന്നത്തെ നോക്കിയേ, ഒരു വലിയ ആൽമരം നിൽക്കുന്ന കാടിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നല്ല പോലെ മാങ്ങ, നാട്ടുമാങ്ങ ഇഷ്ടം പോലെ അടിച്ചിട്ട് വന്നേക്കുന്ന ആനയുടെ പിണ്ടമാണ്. എന്നത് ഫുള്ള് മാങ്ങണ്ടിയാണ്. ഈ കാട്ടിലെ ഇഷ്ടം പോലെ നാട്ടുമാങ്ങയുണ്ട്, മാവ് കുറയുണ്ട്. ആനയ്ക്കാണെങ്കിൽ സീസൺ ആയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സാധനമാണ്. കടുവ മാന്തിയതാ. കടുവ മാന്തിയേക്കുന്നല്ലേ? ആ ഇത്രയും ഇത്ര പൊക്കമുണ്ട് കടുവ. അപ്പോൾ കൈ ഇങ്ങനെ പൊന്തിച്ചിട്ട് പിന്നെ മാന്തിയേക്കുന്നല്ല. അവൻ്റെ നഖത്തിൻ്റെ ശക്തി നോക്കി ടെറ്ററി മാർക്ക് ചെയ്യുന്ന കേട്ടോ. പിന്നെ നഖത്തിൻ്റെ ഇടയ്ക്കുള്ള ഈ പറഞ്ഞ പോലെ മാംസഭാഗം ചീഞ്ഞ സാധനമൊക്കെ കളയാൻ വേണ്ടിയിട്ട് നഖം ക്ലീൻ ആക്കാൻ വേണ്ടി ഉപയോഗിക്കും. കുളിർമാവോ? കുളിർമാവ്. നാട്ടുമാവ് പോലത്തെ എന്തോ ഒരു വലിയ മരം കേട്ടോ. നോക്കി ഹൈറ്റിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ കുറേ തോടുകളുണ്ട് കേട്ടോ. ഇതേപോലെ താഴെ കാളിന്തിയിലും പാപനാശിനിയിലൊക്കെ പോയി ലയിക്കുന്ന തോടുകളായിരിക്കും. അതൊക്കെ ഇപ്പോൾ മഴക്കാലമായപ്പോഴത്തേക്ക് സജീവമായി. ഈ ഒരു ട്രക്ക് ശരിക്കും മഴക്കാലത്ത് തന്നെ ചെയ്യേണ്ട ഒരു ട്രക്കാണ്. ഈ ട്രക്കിംഗ് പാത്തിൻ്റെ ഒരു സൈഡ് നല്ല ചെരുവാണ്. എനിക്ക് കൊക്ക പോലെ തന്നെ നല്ല കുത്തനെയുള്ള ഇറക്കുക. മേലോട്ടും കുത്തനെയുള്ള കയറ്റുക. എൻ്റെ ഇടയ്ക്കൂടെ ജീപ്പ് റോഡ് വെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ജീപ്പ് റോഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ നല്ല കുത്ത് കയറ്റമാണ്. കയറ്റമുണ്ട് കേട്ടോ. അത് പ്രതീക്ഷ വരാവുള്ളൂ. നോക്കിയാൽ വലിയൊരു ഗുഹ. എന്തെങ്കിലും മൃഗങ്ങൾക്കൊക്കെ കയറി നിൽക്കാൻ പറ്റിയൊരു സംഭവമാണ്. നമ്മൾ കടുവയുടെ സിംഹത്തിൻ്റെയൊക്കെ ഗുഹ ഡെന്നൊക്കെ പറയുന്ന സാധനം. ഇത്രയും മഴ പെയ്തിട്ട് അവിടെ നനഞ്ഞിട്ട് പോലുമില്ല. പിന്നെ ഈ കാട്ടിൽ നമുക്ക് കരടിയില്ലാത്തതുകൊണ്ട് സമാധാനമുണ്ട് കേട്ടോ. കരടിയില്ലെന്ന് പറഞ്ഞു ഈ കാട്ടിൽ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം. ആനയെ മാത്രം പേടിച്ചാൽ മതി. ഇവിടെയാണ് ഇഷ്ടംപോലെ പഴങ്ങളൊക്കെ ഉള്ള കാര്യം പറഞ്ഞത്. അനസ്പ്രോയ്ക്ക് ആവശ്യത്തിനുള്ള ആളെ കിട്ടുന്ന രക്തദാനം. ഇതാ അട്ട ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ ഉണ്ട്. എൻ്റെ കാലിലും ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ ലീസ് സോക്സ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ലീസ് സോക്സ് ഇട്ടാൽ നല്ലതാണേ. ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ അതെ, ആളുടെ കാല് മുകളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അട്ട അത്യാവശ്യമുണ്ട്. എങ്കിലും ഒരു മീഡിയം, ഒത്തിരി എന്ന് പറയാനില്ല, എന്നാലും മീഡിയം അട്ടകളുണ്ട്. അവിടെ നടക്കാനുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു 5.5 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇത് ഈ റോഡൊക്കെ പോകുന്ന വാച്ച് ടവർ വരെ ഉണ്ട്. അവിടെ വരെ 3 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഇതുവരെ നമ്മൾ ഒരു 2.5 കിലോമീറ്റർ അടുത്തായിട്ടേ ഉള്ളൂ. അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ അങ്ങോട്ട് കുത്ത് കയറ്റാമെന്ന് പറഞ്ഞത്. കാര്യം പറഞ്ഞാൽ കരടിക്ക് ഇഷ്ടമുള്ള കുറേ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ കണ്ടു. ഇഷ്ടംപോലെ പഴങ്ങൾ, ഞാവൽപ്പഴമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. എന്താണെങ്കിലും കരടി ഇല്ലാത്തതുകൊണ്ട് ആശ്വാസമുണ്ട്. ആനയെ പിടിച്ചാൽ മതി. കടുവയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ. പക്ഷേ കടുവ സാധാരണ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോവുള്ളൂ. കാട് കഴിഞ്ഞത് ഓപ്പൺ ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ താഴെ അമ്പലമൊക്കെ കാണാവേ. അമ്പലത്തിൻ്റെ ഏരിയയൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പം മുകളിലോട്ട് നമുക്കിവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അത് കഴിഞ്ഞാൽ മുകളിലോട്ട് കയറണം. കുറച്ച് കയറ്റമുണ്ട്.
മൊത്തം 5.5 കിലോമീറ്ററാണ്. റെഡ് അലേർട്ടൊക്കെ ആണെങ്കിൽ ട്രക്കിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് റെഡ് അലേർട്ട് ദിവസമാണെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വരാണ്ടിരിക്കുക, വരരുത് കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ട്രക്കിംഗ് ഓപ്പണാണ്. നിങ്ങൾ ഒരാളായിട്ടാണെങ്കിലും 2 ആളായിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രക്കിംഗ് ഓപ്പണാണ്. പക്ഷേ 9:30 മുന്നേ ഇവിടെ എത്തണം. 7:30 തൊട്ട് 9:30 വരെ ബുക്കിംഗ് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ട്രക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ നമ്മൾ നടന്ന് വാച്ച് ടവർ എത്തി. വാച്ച് ടവർ വരെ 3.5 കിലോമീറ്റർ കേട്ടോ. 3 കിലോമീറ്റർ 3 കിലോമീറ്റർ. വാച്ച് ടവർ വരെ 3 കിലോമീറ്ററാണേ. ഇനി ഉണ്ട് 2.5 കിലോമീറ്റർ നടക്കാനാണ്. ഇനി കുത്ത് കയറ്റമാണ്. അപ്പോൾ നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ വരെ ഒന്ന് കയറി നോക്കാം. നല്ലപോലെ കയറാനുണ്ട് കേട്ടോ, കുറേ അധികം സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ വാച്ച് ടവറിൻ്റെ ഓൾമോസ്റ്റ് മുകളിലെത്തി. കുറേയധികം സ്റ്റെപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പും കൂടെ, ഒരു ലെയർ സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഇത്രയും കൂടെ സ്റ്റെപ്പ് കയറി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്തെത്തും. അത്യാവശ്യം നല്ല ഹൈറ്റിലായി, ഇപ്പോൾ തന്നെ നല്ല ഹൈറ്റിലായി. ഇപ്പോൾ കാറ്റ് വലിയ കാര്യമായ കാറ്റില്ല. കാറ്റൊക്കെ ഉള്ള ടൈം ആണെങ്കിൽ ഇവിടെ നിന്നാൽ പറന്ന് പോകുന്ന രീതിയിലാവും. ഇത്രയും കാറ്റുള്ള ഏരിയ അത് ശരിക്കും. ടവറിൻ്റെ മുകൾ ഭാഗത്തെത്തി. മുകൾ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് ഇതേ ആ മലയൊക്കെ. നമുക്ക് ആ മല കയറാനുള്ള, അങ്ങോട്ടേക്കെല്ലാം കുത്ത് കയറ്റമാണ് കയറാനുള്ള. മലയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. തിരിച്ച് ചുറ്റിനും ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ താഴെയുള്ള നമ്മൾ കയറി വന്ന കാടും, ഇവിടെയാണെങ്കിലും കുറേ പുൽമേടൊക്കെ ഉണ്ട്. തിരുനെല്ലി ടെമ്പിളും തിരുനെല്ലി ടൗണും ഒക്കെ വരെ നമുക്കിവിടെ വന്നാൽ കാണാം. പിന്നെ ചുറ്റിനും കാടാണ്. അങ്ങനെ 360 ആയിട്ടുള്ളൊരു വ്യൂ നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ കൂടുതൽ സമയങ്ങളിൽ ഇവിടെ നല്ല കാറ്റായിരിക്കും. ടെലിലെൻസിൽ നമുക്ക് തിരുനെല്ലി ടെമ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം കേട്ടോ. കാര്യം പറഞ്ഞാൽ ടെലിലെൻസും ക്യാമറയൊക്കെ ആയിട്ട് വന്നത് ഇവിടെ ഈ പുൽമേട്ടിലേതൊരു ആനകളൊക്കെ ഉണ്ട്, ദൂരത്തുനിന്ന് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആനകളെ ഒന്നും കാണാനും പറ്റിയില്ല. അപ്പോഴേ നമ്മൾ ആ വാച്ച് ടവർ ഏരിയയിൽ നിന്ന് മുകളിലോട്ട് കയറുവാണ്. ഇനി കുത്ത് കയറ്റാം കേട്ടോ. 2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് കുഴപ്പമില്ല. വെയിലൊക്കെ ആണെങ്കിൽ പെട്ടുപോകും. നമ്മളെ കുറുമൻ ചേട്ടനാണെങ്കിലേ സനുബ്ര പറയുമായിരുന്നു അതെ, കാണിച്ചു തരാം. ആള് പഴയ താർ ജീപ്പൊക്കെ പോകുന്ന പോലെ അനുമാൻ കയറിയിട്ട് കയറോ, ഒരണക്കലും ഇല്ല, ഒന്നുമില്ല. അതെ സാധാരണ ഒരു സ്ലിപ്പർ ചെരുപ്പ് ഇട്ട് പുള്ളി ഡെയിലി കയറുന്ന ആളാണ്. ഡെയിലി കയറുന്ന ഞാനേ എൻ്റെ ക്യാമറയും സ്റ്റാൻഡും കൂടെ അനസ് ബ്രോനെ ഏൽപ്പിച്ചു. പുള്ളിക്കാരനൊരു റെഗുലർ ട്രക്കറാണ്. ഈ മലയൊക്കെ പോയി കയറുന്ന ടീമാണ്. അതുകൊണ്ട് ഇതൊക്കെ ചീള് കേസ്. അന്നപൂർണ്ണയും കണ്ടിപ്പോൾ ഈ അടുത്ത് ഇടയ്ക്ക് പോയി കയറിയിട്ട് വന്നതാണ്. അപ്പോൾ ആളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇത് ഹംഗ്രി ട്രക്കർ അനസ് എന്നുള്ളൊരു യൂട്യൂബ് ചാനലാണ്. മെയിനായിട്ട് ട്രക്കിംഗ്, വൈൽഡ് ലൈഫ് വീഡിയോസൊക്കെയാണ് ഉള്ളത്. ഒന്ന് കയറി നോക്കുക കേട്ടോ, ഹംഗ്രി ട്രക്കർ അനസ്. നമ്മൾ വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് കുറേ കൂടെ മുകളിലോട്ട് കയറിയാൽ നല്ല കുത്ത് കയറ്റം തന്നെയാണ് കേട്ടോ. ക്യാമറയൊക്കെ പിടിച്ചുള്ള കയറ്റം ഇച്ചിരി ഹെവിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചൂടധികം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വരുമ്പോൾ ഇതേപോലെ പ്രോട്ടീൻ ബാറോ അല്ലെങ്കിൽ കടലമിഠായി എങ്കിലും എടുത്തിട്ട് വരുവാണെങ്കിൽ നല്ല ക്ഷീണം മാറ്റാൻ നല്ല ഇച്ചിരി വെള്ളം എന്താണെന്നും കൈ കരുതിക്കോളൂ കേട്ടോ. നല്ല ദൂരമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. 2.5 കിലോമീറ്റർ വാച്ച് ടവർ ഇവിടുന്ന് മുകളിലേക്ക് കുത്തനെ കയറ്റുക. അപ്പോൾ ഇങ്ങനെ ഗ്രാസ് ലാൻഡാണ്, ഷെയ്ഡ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെതായൊരു ക്ഷീണം ഉണ്ടാവും. ഈ മലയുടെ മുകളിൽ പുൽമേട്ടി പോലും ഇവിടെ മാങ്ങാണ്ടി കിടക്കുന്നതാണ് ചിലവേ. ഇതെങ്ങനെ വന്നാൽ ഇവിടെ ഒന്നും മാവൊന്നുമില്ല. മാവ് താഴെ കാട്ടിലേ ഉള്ളൂ. ഇത്രയും മേളിൽ കൊണ്ടുവരണമെങ്കിൽ അത് ആനയ്ക്കേ പറ്റുള്ളൂ. ആനപ്പിണ്ടത്തിൽ കൂടെ വരുന്നതാണ്. ഇപ്പോൾ ആന ഈ പറഞ്ഞ പോലെ ഒരുപ്പെട്ട സസ്യങ്ങളുടെ മരങ്ങളുടെ എല്ലാം പറഞ്ഞ പോലെ വിത്തുകൾ നാടങ്ങ് എത്തിക്കുന്നത് അല്ലെ കാടങ്ങ് എത്തിക്കുന്ന ആനയാണ്. അങ്ങനൊരു കാര്യം കൂടെ ആന ചെയ്യുന്നുണ്ട്. ഇത് അങ്ങേ മലയിൽ നിന്ന് കോട ഇറങ്ങി വരുന്ന നോക്കി. നമ്മുടെ ഈ ട്രക്കിംഗ് പാത്തിൻ്റെ ഏരിയയിലേക്കാണ് വരുന്നത് കേട്ടോ. ഇതാ മലയിലെ കോടയെല്ലാം തെളിഞ്ഞു തുടങ്ങി. ഇതാ പുൽമേടൊക്കെ നമുക്ക് വൃത്തിക്ക് കാണാം ഇപ്പോൾ. അപ്പോൾ നമുക്ക് ആ ഒരു മലയുടെ മുകൾ ഭാഗം വരെയാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ വലിയ കയറ്റമില്ല, 1 കിലോമീറ്ററോടെ ദൂരമുണ്ട്, പക്ഷേ വലിയ കയറ്റമില്ല. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഇത് കണ്ടോ, ഇത് കർണാടക ബോർഡർ. അതിൻ്റെ അപ്പുറത്തേക്ക് കർണാടകയുടെ ഫോറസ്റ്റാണ്. ഈ സൈഡ് കേരളം. അത്യാവശ്യം കാറ്റുണ്ട് ഇപ്പം. അപ്പോൾ നമ്മുടെ മിഷൻ സക്സസ്ഫുൾ. ബ്രഹ്മഗിരി പീക്കിൻ്റെ മുകൾ ഭാഗത്തെത്തിയിട്ടാണുള്ളത്. 5.5 കിലോമീറ്റർ നമ്മൾ ട്രക്ക് ചെയ്ത് മുകൾ ഭാഗത്തെത്തി. ഇതിപ്പം കേരള കർണാടക ബോർഡറാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ കർണാടകം, ഇപ്പുറം കേരളം. അപ്പോൾ അതേ മലനിരകളുടെയൊക്കെ ആ പീക്കിൻ്റെ, ബ്രഹ്മഗിരി പീക്കിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ, ആ ചെരുവിൽ പുൽമേടൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഏരിയ ആണ്. കോടയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറി വൃത്തിക്ക് കാണാൻ പറ്റും, ദൂരത്തേക്കാണല്ലോ. രസമുണ്ട് കേട്ടോ. എന്നാൽ വിചാരിച്ചത്രയും കാറ്റൊന്നുമില്ല ഇപ്പോൾ. ഈ പീക്കിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണേണ്ടതാണ്. അതും പ്രതീക്ഷിച്ചാൽ നമ്മളെ ക്യാമറയും സ്റ്റാൻഡൊക്കെ ആയിട്ട് വന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഒരു മ്ലാവ് ഇതേ കർണാടകയുടെ ഭാഗത്ത് നിൽപ്പുണ്ട്, ഇത്തിരി ദൂരത്തിലായിട്ട് തന്നെയാണ്.
നമ്മൾ 8:30 മുന്നായിട്ട് താഴേന്ന് ട്രെക്കിങ് തുടങ്ങിയിട്ട് അത്യാവശ്യം സ്റ്റോപ്പൊന്നും ഇല്ലാതെ നമ്മൾ മുകളിലെത്തിയത് 12:30-ക്കാണേ. നമ്മുടെ കൂടെ ട്രെക്കിങ് തുടങ്ങിയവരൊക്കെ പതിയെ സ്റ്റോപ്പൊക്കെ എടുത്ത് അവർ റീൽസൊക്കെ എടുത്തെടുത്ത് പതിയെ വരുന്നതേ ഉള്ളൂ, കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും തിരിച്ച് ഇറങ്ങുവാണ്. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴക്കാറ് കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ചീവീടിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഈ ഒരു വൈബിൽ പോകാനായിട്ട്. നമ്മൾ താഴെ എത്താനായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മഴയായി. റെയിൻകോട്ടൊക്കെ ഇട്ട് ക്യാമറ എല്ലാം കവർ ചെയ്ത് വെറുതെ കൊണ്ടുപോയിട്ട് ഒന്നും കിട്ടിയില്ല. നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല മഴ കിട്ടി. എന്താണെങ്കിലും കൊണ്ടുപോയ സാധനം എല്ലാം ഉപയോഗിക്കേണ്ടി വന്നു. ക്യാമറ ഫുള്ള് കവർ ചെയ്തു, പിന്നെ റെയിൻകോട്ട് ഇട്ടു. അങ്ങനെ നമ്മൾ എത്താനായി എന്താണല്ലോ. അങ്ങനെ നമുക്ക് ഇത് ബ്രഹ്മഗിരി ട്രെക്കിങ്ങിൽ നല്ലൊരു മഴയും കൂടെ കിട്ടി. വേറൊരു വൈബായി. ഇനിയിപ്പോൾ നടക്കുന്ന സൂക്ഷിച്ച് വേണം, തെന്നും കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും 3:30 ആയേ. നമ്മൾ നേരെ കാട്ടിക്കുളത്തിന് പോയിട്ട് അവിടെ ജൂബിലി എന്ന് പറഞ്ഞൊരു നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് പോയി നല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ച് വിശപ്പടക്കി. ഇനിയിപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിലേക്ക് പോവാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരുനെല്ലി സൈഡിലോട്ട് സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മളൊരു വലിയ ആനക്കൂട്ടത്തെ കണ്ടത്. റോട്ടിൽ നിന്ന് ഇത്തിരി മാറിയിട്ടായിട്ടൊരു കണ്ടം പോലത്തെ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വെച്ചെല്ലാം വളർന്നിട്ട് ഇതിൻ്റെ എല്ലാം ഇടയിലൂടെയാണ് ഉള്ളത്. നമുക്ക് ക്യാമറയിലൊരു കൊമ്പനെ കിട്ടി, ഒരു കുട്ടിക്കൊമ്പനാണെന്ന് തോന്നുന്നു. അവൻ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് തീറ്റ തിന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ദൂരത്തിലായിട്ടാണ് താനും. ഇനിയിപ്പം നമ്മൾ അധികം നേരം കാഴ്ചകൾ കണ്ട് നിൽക്കുന്നില്ല. നമ്മൾ സ്റ്റേയിലേക്ക് പോകാൻ ലേറ്റായി. അപ്പോൾ നമുക്ക് ഈ സ്റ്റേയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ കാട്ടിക്കുളത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് ഈ ഉണ്ണിയപ്പക്കടയെല്ലാം കഴിഞ്ഞ് ചെന്ന് നമ്മൾ അപ്പപ്പാറയ്ക്ക് പോകുന്ന റോഡിലോട്ട് വേണം കയറാനായിട്ട്. തിരുനെല്ലി റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ നമ്മൾ അപ്പപ്പാറ റോഡിൽ സഞ്ചരിച്ചിട്ട് പിന്നെ ഒരു ചെറിയ പോക്കറ്റ് റോഡ് കാണാം ലെഫ്റ്റിലോട്ട്, അതിലേക്ക് കയറണം കേട്ടോ. അങ്ങനെ പോക്കറ്റ് റോഡിൽ കയറി ഒരു 200 മീറ്റർ കഴിയുമ്പം തന്നെ നമുക്കൊരു വലിയ ഗേറ്റൊക്കെ കാണാം. ഇതൊരു വലിയ കോഫി പ്ലാന്റേഷനാണ്. അപ്പോൾ ഇത് പല ഷെയറിലായിട്ടുള്ള കോഫി പ്ലാന്റേഷനാണ്. ഇതെല്ലാം കാടിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ മിക്കവാറും സമയങ്ങളിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളും കാണുമേ. നമ്മളങ്ങനെ പോക്കറ്റ് റോഡിൽ കുറച്ച് വന്ന് പിന്നെ ഇതാ മൺ റോഡാണ്. മൺ റോഡാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ് ഉള്ളത്. അതിലൊരു 10-250 മീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതാ മാത്യൂസ് ഹാവൻ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തി കേട്ടോ. ഇതേ അങ്ങനെ നമ്മൾ തിരുനെല്ലിയിലുള്ള മാത്യൂസ് ഹാവൻ എന്നുള്ള ഒരു പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ള ഫോറസ്റ്റ് വൈബുള്ള ഒരു സ്റ്റേയിൽ എത്തിയിട്ടാണുള്ളത്. ഈ ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ബംഗ്ലാ പോലെ പണ്ടത്തെ ഒരു കെട്ടിടമായിരുന്നു. ഇതിങ്ങനെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഇതിൻ്റെ പ്രോപ്പർട്ടി ഓണർ ഇത് കുറേ മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ നേച്ചർ ലവേഴ്സ്, വൈൽഡ് ലൈഫ് ലവേഴ്സിനായിട്ടുള്ളവർക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ കൂടെ എല്ലാം ആനയും കടുവയും എല്ലാം പാസ്സായി പോകുന്നൊരു ഏരിയയാണ്. കാരണം ഈ എസ്റ്റേറ്റ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തിരുനെല്ലി ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു വലിയ കോഫി പ്ലാന്റേഷനിലാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം, ഈ നമ്മുടെ സ്റ്റേ ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ കയറി വരുന്നിടത്തുള്ളൊരു ലിവിങ് സ്പേസ് ആണ്. ഇത് മേൽഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. മേൽഭാഗമൊക്കെ ഈ തടിയുടെയൊക്കെ മച്ച് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഒരു ബെഡ്റൂം അതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറി വരുന്നിടത്ത് തന്നെ. ഇതൊരു ചെറിയൊരു ബെഡ്റൂം നമുക്ക് പറയാം. ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം ഞാൻ കാണിച്ചു തരാം. അതിനോട് ചേർന്നിട്ടൊരു അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് വീണ്ടും വരുമ്പോൾ നമുക്കിത് ഡൈനിങ് സ്പേസും വേറൊരു കോമൺ സ്പേസൊക്കെ ആയിട്ട് ഒരു വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ നിന്നാണ് നമ്മുടെ ഈ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്ന് വരുന്നത് ഇതൊരു വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഇതിലൊരു കിങ് സൈസിനേക്കാൾ ഇത്തിരിയുടെ കൂടിയ വലിപ്പത്തിലുള്ളൊരു ബെഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു സെറ്റിയൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാഷ്റൂം കണ്ടു കഴിഞ്ഞാൽ വിശാലമായ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സീലിംഗ് ഒന്ന് കണ്ടു നോക്കി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മച്ചെന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമായിരിക്കും. അടിപൊളി. നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുത്തെ കെയർ ടേക്കറുണ്ട്, എക്സ്ട്രാ ചാർജബിളാണ്. അപ്പോൾ അത് അവർ നേരത്തെ നിങ്ങൾ അറിയിക്കുവാണെങ്കിൽ ഇവിടെ ഫുഡ് ഇവരുണ്ടാക്കി തരും.
കാരണം തിരുനെല്ലി ഏരിയയിൽ ഫുഡ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ കുറവാണ്, ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഇതേ നമ്മുടെ മാത്യു സാമൻ പ്രോപ്പർട്ടിയിലെ കെയർ ടേക്കറാണ്, വിജയൻ ചേട്ടനാണ് ഇവിടുത്തെ കെയർ ടേക്കറായിട്ടുള്ളത്. ഫോറസ്റ്റ് ആംബിയൻസിലുള്ളൊരു സ്റ്റേ എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും ഞാനും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല കേട്ടോ. ഇത് CCTVയിൽ കിട്ടിയതാണ്. നമ്മുടെ ആ സ്റ്റേയുടെ ബാക്കിൽ കൂടെ പോകുന്ന ഒരു ടൈഗറാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ടൈഗർ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഇപ്പോൾ നമ്മുടെ മുന്നിലൂടെ ഈ നടന്ന് പോകുന്ന ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൈഗറസ് ആട്ടോ. ഇപ്പോൾ എല്ലാ കൂട്ടവും മൃഗങ്ങളുള്ള ഒരു ഏരിയ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. എന്നും പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ഇത് പകൽ കാണണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൂടുതലും രാത്രി സഞ്ചാരമാണ് ഇതിലൂടെ കാണുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, വേറൊരു കൊമ്പൻ നമ്മുടെ ആ സെയിം റോട്ടിൽ കൂടെ തന്നെ നടന്നു പോകുന്നത്. ഇതിപ്പോൾ മാത്യൂസ് ഹാവൻ്റെ ആ സൈഡ് മുറ്റത്തോട് ചേർന്ന് തന്നെയുള്ള റോഡാണ്, അതിലൂടെയാണ് ഈ ആന നടന്നു പോകുന്നത്. ഇതിപ്പം അതിൻ്റെ നമ്മുടെ മുറ്റത്ത് തന്നെ, നമ്മുടെ സ്റ്റേയുടെ മുറ്റത്ത് തന്നെ ആന നിൽക്കുന്നത്. ഇത് മുറിവാലൻ എന്ന് പറഞ്ഞിട്ട് ഈ ഏരിയയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ആനയാണ്. നിങ്ങളതുകൊണ്ട് രാത്രിയൊക്കെ പുറത്തിറങ്ങുമ്പം കെയർ ടേക്കറോട് ചോദിച്ചിട്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇറങ്ങാവുള്ളൂ കേട്ടോ. മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ വേറൊരു വൈബാണ്. സ്പോട്ടഡ് ഡിയേഴ്സിൻ്റെ നല്ല അലാം കോൾ കേട്ടിട്ടാണ് ഞാൻ ടോർച്ചായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവിടെ എല്ലാ കാടുകളിലെല്ലാം ഇടയിൽ നിൽപ്പുണ്ട്. ഇവർ ഭയങ്കര അലേർട്ടാണ്. പക്ഷേ നമുക്കൊന്നും കാണാനൊന്നുമില്ല. ടൈഗറോ ലെപ്പേർഡോ എന്തോ അവിടെ മൂവ്മെൻറ്റോ എന്തോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജിനീഷ് ബ്രോ ആണ് കേട്ടോ ഇവിടെ പ്രോപ്പർട്ടിയിൽ പൊറോട്ട അടിക്കാൻ വേണ്ടി കൂടെ വന്നത്. നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നത് കേട്ടോ. അതെ, പട്ടിണിക്കിടാതിരിക്കാൻ. ഇവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ നേരത്തെ അറിയിക്കുവാണെങ്കിൽ ഇവർ ഇവിടെ ഷെഫിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺ കോളാണ്. അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ ഫുഡ് വരുത്തി തരും. മതി. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇതാ മാത്യു സെവനിലെ ഡിന്നർ. നമ്മളിതാ പൊറോട്ടയും നല്ല ഡാമിലെ ഫിഷ് കറി, നല്ല കടൽ മീനല്ല, വയനാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഡാമിലെ ഫിഷാണ് നല്ലത്, അത് കൂട്ടിയും കടിക്കുക. ഗുഡ് മോർണിംഗ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നേ, രാത്രി നല്ല ഉറക്കമായിരുന്നു. ഇതിപ്പോൾ രാവിലെ 6 മണിയായി. ബേഡ്സിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ അധികം ഒന്നും കാണാൻ പറ്റുന്നില്ല. എല്ലാം ഈ കാപ്പിത്തോട്ടത്തിനിടയിലൂടെയാണ്. നമുക്കൊന്ന് റൗണ്ട് അടിച്ച് നോക്കാം ഇവിടെ എന്തൊക്കെയും കാഴ്ചകൾ നമുക്ക് വേണ്ടി ഉണ്ടോ എന്നുള്ളത്. ഇത് ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ സാധനമാണ്. കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ബാറ്ററിയിൽ നിന്ന് കറണ്ട് പാസ്സാകുന്നത് നമുക്ക് ഒച്ച കേൾക്കുന്നുണ്ട്. ഇത് ഫുള്ള് ഇഞ്ചി കൃഷി ചെയ്തേക്കുന്നതുകൊണ്ട് അതിന് ചുറ്റിനും ഫുള്ള് ഇലക്ട്രിക് ഫെൻസിങ് ഇട്ടേക്കുക, മൃഗങ്ങൾ കയറാതിരിക്കാനായിട്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ ചെയ്തേക്കുക. ഇവിടെ എല്ലാം നിറച്ച് മാനുകളും ഒക്കെ ഉണ്ടാകുന്നതാണ്. മിക്കവാറും മൃഗങ്ങളുള്ള ഏരിയ ആയിരുന്നത്. അപ്പോൾ ഇവിടെ കൃഷിക്ക് വേണ്ടിയിട്ട്, ഇഞ്ചി കൃഷിക്ക് വേണ്ടി ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തപ്പോൾ. അപ്പോൾ ആനയെ കടുവയൊക്കെ CCTVയിൽ മൂവ് ചെയ്തത് ആ വഴിക്കൂടെ ഇങ്ങനെ മൂവ് ചെയ്തത്. ഇതിപ്പോൾ നമ്മുടെ ആ സ്റ്റേയുടെ മുന്നിക്കൂടെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. മാത്യു സെവൻ ബുക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസത്തെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മിനിമം 5500 ആണ്. അത് സീസൺ അനുസരിച്ച് ചേഞ്ച് ചെയ്തിരിക്കുക. Airbnb-യിൽ ഇവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റ് അറിയാൻ പറ്റും. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ അന്നത്തെ റേറ്റ് പുള്ളി കറക്റ്റ് നോക്കി പറയുവേ. മിനിമം റേറ്റ് 2 പേരുടെയാണ് കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ വരുന്ന ആൾക്കാർക്കും അഡീഷണൽ പേയ്മെൻറ്റ് വരും. അപ്പോൾ നമുക്ക് ഈ ഫുൾ പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത്. വേറെ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യില്ല. അറ്റ് എ ടൈം ഒറ്റ പാർട്ടീനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. എന്താണെങ്കിലും റിസോർട്ട് സ്റ്റേനേക്കാളൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെയും കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ബോണസ് ഒന്ന് കൂട്ടിയാൽ മതി. ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റേയുടെ കെയർ ടേക്കർ വിജയൻ ചേട്ടൻ താമസിക്കുന്ന ബിൽഡിങ്. ഇതൊരു പഴയ ബിൽഡിങ് തന്നെയാണ്. അപ്പോൾ ഇതിനോട് ചേർന്ന് നമുക്കത് ബ്രഹ്മഗിരി മലനിരകളൊക്കെ കാണാം. നമ്മൾ ഇന്നലെ ട്രെക്കിങ്ങിന് പോയ ആ ഒരു മലയുടെ സൈഡൊക്കെ കാണാം. ചുറ്റിനും കാട് തന്നെയാണ്. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാടിനോട് ചേർന്നിട്ട് തന്നെ ഞങ്ങൾ ഈ ക്യാമറയൊക്കെ എടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ബേഡ്സ് ഉണ്ടോ എന്ന് നോക്കി വന്നപ്പോൾ കണ്ടേ. നല്ല ആംബിയൻസാണ്. ഈ തണുപ്പത്ത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആടാൻ. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു കുളമുണ്ട്, അത് കാണാൻ വേണ്ടി വന്നേ. ഇവിടെ കുറച്ചിങ്ങനെ നടക്കാനുണ്ട് കേട്ടോ. വലിയ കുളമാണ്. ഇത് ഈ കുളത്തിൻ്റെ കരയിൽ വന്നപ്പോൾ ഇവിടെ കുറേ മാനുകളൊക്കെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കണ്ടിട്ട് അത് അങ്ങോട്ടേക്ക് ആ മലയുടെ മണ്ടയിലേക്ക് കയറിപ്പോയി. പിന്നെ കുറേ പൊന്മാൻ, കുറേ പക്ഷികളുണ്ട് ഇവിടെ ഈ ആ സൈഡിലൊക്കെ ആയിട്ട്. രാവിലത്തെ ഹണ്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്.
മൂവ് ചെയ്യല്ല, നമ്മളെ വാച്ച് ചെയ്യുന്നു. നമ്മൾ ഇതേ തിരുനെല്ലിക്ക് വരുമ്പോൾ നമുക്ക് ഒറിജിനൽ തേൻ, കലർപ്പില്ലാത്ത തേൻ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന മേടിക്കാൻ നമ്മൾ ഈ അപ്പപ്പാറയ്ക്ക് തിരിയുന്ന റോഡിൻ്റെ അടുത്ത് തന്നെ ഇത് ഇവിടുത്തെ ഇവരുടെ സൊസൈറ്റിയുടെ ഷോപ്പുണ്ട് കേട്ടോ. എനിക്ക് ഇതെല്ലാം തേനാണ് കേട്ടോ, അത് ചെറിയ പരിപാടിയൊന്നുമല്ല. ഇത് വലിയ നമ്മൾ വാട്ടർ ടാങ്ക് പോലത്തെ ടാങ്കിൻ്റെ അകത്താണ് തേൻ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇതേക്ക് സ്റ്റോർ ചെയ്തേക്കുന്നുണ്ടോ? ആ ആ അല്ല, മധുരത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതല്ല, ഒരു മിക്സഡ് ഫീലാണ്. നല്ല നന്നായിട്ട് ഒറിജിനൽ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് കാട്ടിൽ നിന്ന് എടുക്കുന്ന തേനായതുകൊണ്ടാണ് അത്ര ഇത്. നമ്മൾ കുറച്ച് വൻതേനും പുറ്റുതേനൊക്കെ ആയിട്ട് കുറച്ച് എടുത്തേ, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുന്നതിന് ഇത്രയും ഒറിജിനാലിറ്റി ഇല്ല. അപ്പോൾ എന്താണല്ലോ കുറച്ചധികം തേൻ ഇവിടുന്ന് മേടിച്ചിട്ട് പോവാം. വയനാട് വരുമ്പോൾ നിങ്ങൾക്ക് തേൻ മേടിക്കാൻ നല്ലൊരു ഓപ്ഷൻ കേട്ടോ. ഒറിജിനൽ തേൻ, കാട്ടിലെ തേൻ കിട്ടും. അപ്പോൾ നമ്മുടെ തിരുനെല്ലി കാഴ്ചകളായിട്ടുള്ള വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. മാത്യൂസ് ഹാവൻ പറഞ്ഞ പോലെ കുറച്ച് പീസ്ഫുൾ ആയിട്ടൊക്കെ നഗരത്തിരക്കുകളിൽ നിന്നെല്ലാം മാറി, ജോലിയുടെ നമ്മുടെ ആ ടെൻഷനിൽ നിന്നെല്ലാം മാറി താമസിക്കാൻ പറ്റിയ തിരുനെല്ലിയിലുള്ള, വയനാട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് തിരുനെല്ലിയിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് പോകാനാവും. അപ്പോൾ തിരുനെല്ലി എന്ന് പറഞ്ഞാൽ ഒരു വയനാട്ടിലെ തന്നെ ഏറ്റവും വൈൽഡ് കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്ലേസാണ്. ഞങ്ങൾക്കാണെങ്കിലും കുറച്ചധികം നല്ല കാഴ്ചകൾ കിട്ടി. നല്ലൊരു ട്രക്കായിരുന്നു ബ്രഹ്മഗിരി. ഇതൊക്കെയായിട്ട് നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ തരിക, ഒരു ഹൈപ്പൊക്കെ തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.